നമസ്കാരം. കേരള വിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്ത. തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി ആലപ്പുഴയിലെത്തി. UDF സ്ഥാനാർത്ഥി KC വേണുഗോപാലിന്റെ പ്രചരണാർത്ഥമാണ് രേവന്ത് റെഡ്ഡി എത്തിയത്. ഇരുവരും ചേർന്ന് കായംകുളം മുതൽ ഓച്ചിറ വരെ റോഡ് ഷോയും സംഘടിപ്പിച്ചു. അഴിമതിരഹിത രാജ്യം സൃഷ്ടിക്കുക എന്നതാണ് മോദി സർക്കാരിന്റെ ലക്ഷ്യങ്ങളിൽ പ്രധാനമെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. കേരളത്തിൽ ഇടത് വലത് മുന്നണികൾ പ്രതിസന്ധി നേരിടുകയാണ്. NDA വലിയ മുന്നേറ്റമുണ്ടാക്കുമെന്നും രാജ്നാഥ് സിംഗ്. പൗരത്വ നിയമ ഭേദഗതിയിൽ കോൺഗ്രസ് മൗനം പാലിക്കുന്നുവെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട്. പൗരത്വ നിയമ ഭേദഗതി നിയമത്തെക്കുറിച്ച് കോൺഗ്രസ് പ്രകടന പത്രികയിൽ ഒരു വാക്കുപോലും മിണ്ടുന്നില്ലെന്നും പ്രകാശ് കാരാട്ട്. രാജ്യത്തിനു വേണ്ടി ഒത്തിരി ത്യാഗം ചെയ്തവരാണ് രാഹുൽ ഗാന്ധിയും കുടുംബവുമെന്ന തെലങ്കാന മന്ത്രി സീതക്ക. ആലപ്പുഴയിൽ മത്സരിക്കുന്ന KC വേണുഗോപാൽ യുവജനങ്ങൾക്ക് മാതൃകയെന്നും സീതക്ക. വാർത്തകൾ വിശദമായി. തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി ആലപ്പുഴയിലെത്തി. ആലപ്പുഴയിലെ UDF സ്ഥാനാർത്ഥി KC വേണുഗോപാലിൻ്റെ പ്രചരണ പരിപാടിയുടെ ഭാഗമായിട്ടാണ് തെലങ്കാന മുഖ്യമന്ത്രി എത്തിയത്. കായംകുളം മുതൽ ഓച്ചിറ വരെ ഇരുവരും ചേർന്ന് റോഡ് ഷോയും നടത്തി. UDF സ്ഥാനാർത്ഥി KC വേണുഗോപാലിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി മണ്ഡലത്തിലെ വിവിധ പരിപാടികളിൽ പങ്കെടുത്തു. 4 മണിക്ക് കായംകുളത്ത് നിന്നും ആരംഭിച്ച റോഡ് ഷോയിൽ KC വേണുഗോപാലിനൊപ്പം രേവന്ത് റെഡ്ഡിയും കൈകോർത്തു. ഓച്ചിറ വരെയാണ് റോഡ് ഷോ നടന്നത്. തുറന്ന വാഹനത്തിൽ ഇരു നേതാക്കളും ജനങ്ങളെ അഭിവാദ്യം ചെയ്തു. ടൈനോസ്, ആലപ്പുഴ. അഴിമതിരഹിത രാജ്യം സൃഷ്ടിക്കുക എന്നതാണ് നരേന്ദ്രമോദി സർക്കാരിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്നെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. കേരളത്തിൽ ഇടത് വലത് മുന്നണികൾ പ്രതിസന്ധി നേരിടുകയാണ്. NDA വലിയ മുന്നേറ്റം സൃഷ്ടിക്കുമെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു. അഴിമതി രഹിത ഭരണം കാഴ്ചവെക്കാനും ഭരണത്തിന്റെ പ്രയോജനം ജനങ്ങളിലേക്ക് എത്തിക്കുവാനും മോദി സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ടെന്ന് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. കേരളത്തിൽ മാറി മാറി ഭരിക്കുന്ന ഇടതു വലത് മുന്നണികൾക്ക് കേരളത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. സമസ്ത മേഖലകളിലും വികസനം നടപ്പിലാക്കി രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്ന മോദി സർക്കാർ തന്നെ തുടർ ഭരണത്തിലേറുമെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു. കൊട്ടാരക്കരയിൽ NDAയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. मैं आपको अपील कराना चाहता हूं, डबल डिजिट में हमारे मेंबर ऑफ पार्लियामेंट को जिता दीजिए. यहाँ से हम इस करप्शन की इंक्वायरी कराएंगे. हु इज रिस्पांसिबल फॉर दिस स्टेट. ये फाइनेंशियल क्राइसिस यदि स्टेट में है तो उसके लिए रिस्पांसिबल कोई है तो स्टेट गवर्नमेंट. इसीलिए हम लोग यह मांग करने आए हैं कि साहब BJP को आप इतनी स्ट्रेंथ दीजिए कि हम ये जो गॉड ओन कंट्री ये केरला है इसको एक रिच कंट्री बना सकें और यह भारत के लिए एक ग्रोथ इंजन का रोल प्ले कर सके. NDA മാവേലിക്കര മണ്ഡലം കമ്മിറ്റി ഇൻചാർജ് ഷാജി രാഘവൻ അധ്യക്ഷനായി. BJP ദേശീയ എക്സിക്യൂട്ടീവ് അംഗം PK കൃഷ്ണദാസ്, NDA മാവേലിക്കര മണ്ഡലം കൺവീനർ പന്തളം പ്രതാപൻ, BJP ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് NV ഗോപകുമാർ, യുവമോർച്ച ദേശീയ സെക്രട്ടറി ശ്യാംരാജ്, BDJS ജില്ലാ പ്രസിഡന്റ് TN അയ്യപ്പൻ, BDJS സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് P ജ്യോതിസ്, ബൈജു കലാശാല രാധാകൃഷ്ണൻ, രാജീവ് പ്രസാദ്, സന്തോഷ് ശാന്തി, ആനന്ദ് രാജ്, ജോൺ മാത്യു മുല്ലശ്ശേരി, രാധാകൃഷ്ണ മേനോൻ, K സോമൻപിള്ള തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. ടൈനൂസ്, മാവേലിക്കര. പൗരത്വ നിയമ ഭേദഗതിയിൽ കോൺഗ്രസ് മൗനം പാലിക്കുകയാണെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട്. പ്രകടന പത്രികയിൽ ഒരു വാക്കുപോലും പൗരത്വ നിയമ ഭേദഗതിയെക്കുറിച്ച് പറഞ്ഞിട്ടില്ലെന്നും പ്രകാശ് കാരാട്ട് പറഞ്ഞു. After this manifesto, being the General Secretary of the AICC, you should ask him, why is it that you have kept silent on the CEA? Why have you not said, we will not only oppose the CEA, when we come to power we shall scrap it? This is because, again, they are afraid to oppose anything which the BJP aggressively puts forward. They are afraid this will be used against them to say that they are anti-Hindu. So they are not willing to take a stand. Now this is not the way we can defend secularism in our country.
And that is why I am saying you need a strong left presence in parliament. If both we have to defend democracy and we have to defend secularism. Never accept. മതത്തിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര BJP സർക്കാർ പൗരത്വ നിയമ ഭേദഗതി നിയമം പ്രഖ്യാപിച്ചപ്പോൾ കോൺഗ്രസ് പ്രകടന പത്രികയിൽ CAA കുറിച്ച് ഒരു വാക്ക് പരാമർശിക്കാൻ തയ്യാറായിട്ടില്ല. ആ പ്രകടന പത്രിക തയ്യാറാക്കുന്നതിൽ നേതൃത്വം വഹിച്ച ആളാണ് ആലപ്പുഴയിലെ UDF സ്ഥാനാർത്ഥിയെന്ന് ഓർക്കണമെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട്. ആലപ്പുഴ ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് M. ആരിഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം കരിയില കുളങ്ങരയിൽ ചേർന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഉയർന്ന തൊഴിലില്ലായ്മ നിരക്കും വിലക്കയറ്റവുമാണ് 10 വർഷത്തെ നരേന്ദ്രമോദി സർക്കാരിന്റെ സംഭാവന. വിലക്കയറ്റവും തൊഴിലില്ലായ്മയും രാജ്യത്തെ ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കി. രാജ്യത്ത് 45% വരുന്ന യുവത്വം നിരാശയിലാണ്. കേന്ദ്ര സർവീസിൽ മാത്രം നിലവിൽ 10 ലക്ഷം ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ആ ഒഴിവുകൾ നികത്താൻ കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടില്ല. 10 വർഷം കൊണ്ട് മതനിരപേക്ഷതയും ഭരണഘടനാ മൂല്യങ്ങളും തകർത്ത കേന്ദ്ര BJP സർക്കാർ സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾ കവർന്ന ഫെഡറൽ തത്വങ്ങളുടെ ലംഘനമാണ് നടത്തുന്നത്. സംസ്ഥാനങ്ങൾക്ക് അർഹമാക്കപ്പെട്ട വിഹിതം നൽകാത്തത് അതിന്റെ ഭാഗമാണ്. 1% രാജ്യത്തിന്റെ 40% സമ്പത്തും കൈമാറി രാജ്യത്തെ ജനാധിപത്യത്തിന്റെ ഭാവി സംബന്ധിച്ച സുപ്രധാന തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. ജനാധിപത്യം കേന്ദ്ര സർക്കാരിൽ നിന്ന് തന്നെ ആക്രമണം നേരിടുകയാണ്. ഡൽഹിയിലെയും ജാർഖണ്ഡിലെയും മുഖ്യമന്ത്രിമാരായ അരവിന്ദ് കെജ്രിവാളിനെയും ഹേമന്ത് സോറനെയും ജയിലിലടച്ചത് രാജ്യത്ത് ജനാധിപത്യം ഇല്ലാതാക്കുന്നതിന്റെ സൂചനയാണ്. എന്നാൽ പ്രകടന പത്രികയിൽ ഒന്ന് പറയുകയും അതിന് വിപരീതമായി പ്രവർത്തിക്കുകയുമാണ് BJP ചെയ്യുന്നത്. മത്സ്യമേഖലയുടെ ക്ഷേമത്തിന് പ്രധാനമന്ത്രി മത്സ്യ സമ്പദ് യോജന പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി മോദി ഉത്തരേന്ത്യയിൽ രാമനവമി കാലത്ത് ബീഹാറിലെ ഉപമുഖ്യമന്ത്രി തേജസ്വി യാദവ് മത്സ്യം കഴിച്ചുവെന്നാരോപിച്ച് രംഗത്ത് വന്നത് ഇരട്ടത്താപ്പ് കൂടിയാണ്. കേരളത്തിൽ നിന്നുള്ള 18 UDF MPമാരും CAA അടക്കമുള്ള വിഷയങ്ങളിൽ BJPയോട് സന്ധി ചെയ്യുകയായിരുന്നു. CAAക്കെതിരെ ആദ്യ പ്രമേയം പാസാക്കിയത് കേരളത്തിലെ LDF സർക്കാരാണ്. പിന്നീടാണ് തമിഴ്നാടും ബംഗാളും പ്രമേയം പാസാക്കിയത്. ലോക്സഭയിൽ ഇടതുപക്ഷത്തിന്റെ ശക്തി വർദ്ധിക്കുകയും ആലപ്പുഴയിൽ ആരിഫിന്റെ ഭൂരിപക്ഷം വർദ്ധിക്കുകയും വേണം. എങ്കിൽ മാത്രമേ രാജ്യത്ത് ജനാധിപത്യം നിലനിൽക്കൂവെന്നും പ്രകാശ് കാരാട്ട് കൂട്ടിച്ചേർത്തു. അഡ്വക്കേറ്റ് ഷാജഹാൻ അധ്യക്ഷനായി KH ബാബുജാൻ, A. മഹേന്ദ്രൻ, N. സുകുമാരപിള്ള, N. ശ്രീകുമാർ, പ്രൊഫസർ ഗോവിന്ദൻകുട്ടി കാരണവർ, ഡോക്ടർ സജു ഇടയ്ക്കാട്, ഫറൂഖ് സഖാഫി, ലിയാഖത്ത് പറമ്പി, താജുദ്ദീൻ വളവുത്തറ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ആലപ്പുഴ. രാജ്യത്തിനു വേണ്ടി ഒത്തിരി ത്യാഗം ചെയ്തവരാണ് രാഹുൽ ഗാന്ധിയും കുടുംബവുമെന്ന് തെലങ്കാന മന്ത്രി സീതക്ക. കേരളത്തിലെ യുവജനങ്ങൾക്ക് KC വേണുഗോപാൽ മാതൃകയാണെന്നും സീതക്ക പറഞ്ഞു. കൈപ്പത്തിക്ക് വോട്ട് ചെയ്യുക, കൈപ്പത്തിക്ക് വോട്ട് ചെയ്യുക, കൈപ്പത്തിക്ക് വോട്ട് ചെയ്യുക, കൈപ്പത്തിക്ക് വോട്ട് ചെയ്യുക, KC സാർക്കോ വിജയിപ്പിക്കുക. KC വേണുഗോപാലിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായാണ് തെലങ്കാന മന്ത്രി ആലപ്പുഴയിലെത്തിയത്. ചേർത്തലയിലായിരുന്നു ആദ്യ പരിപാടി. മുൻ കേന്ദ്രമന്ത്രി വയലാർ രവിയുടെ വസതിയിൽ നടന്ന കുടുംബസംഗമം മന്ത്രി സീതിക്ക ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസിനെ ശക്തിപ്പെടുത്താൻ രാജ്യം മുഴുവൻ ഓടി നടക്കുന്ന നേതാവാണ് KC വേണുഗോപാൽ. കേരളത്തിലെ യുവജനങ്ങൾക്ക് വേണുഗോപാൽ മാതൃകയാണ്. ആദിവാസി മേഖലയിൽ നക്സലൈറ്റ് പ്രവർത്തകയായിരുന്ന തന്നെ കോൺഗ്രസ് പാർട്ടിയിലേക്ക് എത്തിച്ചതിൽ രാഹുൽ ഗാന്ധിയും KC വേണുഗോപാലും വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയും കുടുംബവും രാജ്യത്തിനു വേണ്ടി ഒത്തിരി ത്യാഗം ചെയ്തവരാണ്. BJPയുടെയും RSSന്റെയും പ്രത്യയശാസ്ത്രങ്ങൾ സാധാരണക്കാർക്കെതിരാണ്. രാജ്യത്തിന്റെ നിലനിൽപ്പിന് കോൺഗ്രസിനെ വീണ്ടും അധികാരത്തിലെത്തിക്കണമെന്നും തെലങ്കാന മന്ത്രി പറഞ്ഞു. ചേച്ചി, ചേട്ടാ, അമ്മ, അച്ഛൻ എല്ലാവർക്കും സുഖമല്ലേ? I like Kerala because you are all following secularism, no discrimination. Your dreams are reach equality. Dalits, Adivasis and all people are equal. We have to treat them equality. So brothers and sisters, we don't take so easy this fighting. We have to give good and huge majority from Kerala. Total last time all MPs 20/19 we won. Now 20/20 we have to win. So that's why we have to do hard work in this Kerala. Kerala people, Rahul Gandhi treat, love his family like no other way, no other family. You only his family. This nation only his family. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ KR രാജേന്ദ്ര പ്രസാദ് അധ്യക്ഷനായി. മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ജെബി മേത്തർ, ദീപ്തി മേരി വർഗീസ്, ബബിത ജയൻ, D സുഗതൻ, അനിൽ ബോസ്, അഡ്വക്കേറ്റ് S ശരത്, T സുബ്രഹ്മണ്യദാസ് തുടങ്ങിയവർ പങ്കെടുത്തു.
സമ്മേളനത്തിന് ശേഷം വയലാറിലെ ചില വീടുകളിലും തെലങ്കാന മന്ത്രി പ്രചരണത്തിനിറങ്ങി. നമസ്കാരം ചേച്ചി, ചേട്ടാ, സഹോദരി, സഹോദരൻ. കൈപ്പത്തിക്ക് വോട്ട് ചെയ്യും. കൈപ്പത്തി. You cast your vote hand. KC Venugopal. I am from Telangana. ടൈം ന്യൂസ് ചേർത്തല. ആലപ്പുഴയിൽ വീണ്ടും പക്ഷിപ്പനി. എടത്വ ചെറുതന മേഖലകളിലാണ് താറാവുകളിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചത്. 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള പക്ഷികളെ കൊന്നൊടുക്കാൻ തീരുമാനം. ചെറുതനയിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചതോടെ താറാവ് കർഷകർ ആശങ്കയിൽ. ചെറുതന, താനംകണ്ടത്തിൽ ദേവരാജൻ, ചിറയിൽ രഘുനാഥൻ എന്നിവരുടെ താറാവുകൾക്കാണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചത്. രഘുനാഥന് 2 മാസം പ്രായമുള്ള 2000 താറാവുകളും ദേവരാജന് 3 മാസം പ്രായമുള്ള 15000 താറാവുകളുമാണ് ഉള്ളത്. അടുത്തടുത്ത സ്ഥലങ്ങളിലാണ് ഇവ കിടക്കുന്നത്. ഒരാഴ്ച മുമ്പ് രഘുനാഥൻ്റെ താറാവുകളിൽ ആദ്യം രോഗലക്ഷണങ്ങൾ കണ്ടു. തുടർന്നാണ് പരിശോധനയ്ക്ക് അയച്ചത്. ഇദ്ദേഹത്തിൻ്റെ 1000 താറാവുകളും ദേവരാജൻ്റെ 350 താറാവുകളും ചത്തു. ഈ കാലാവസ്ഥ പ്രശ്നം കാരണം ഉണ്ടായതെന്നാണ് നമുക്കൊരു ഇത് നമ്മുടെ ജീവിതമാർഗം ഇത് മാത്രമേ ഉള്ളൂ. ഇതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞു പോകുന്നത്. വേറെ മാർഗങ്ങളൊന്നും ആയിട്ട് നമ്മുടെ കയ്യിലില്ല. ഇതുകൊണ്ട് മാത്രമാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. വർഷത്തിലൊരു പ്രാവശ്യം കിട്ടുന്ന ഒരു കോള, അതെല്ലാം ഇങ്ങനെ പെട്ടെന്ന് അടിച്ചു തല്ലി പോവുകയും വരികയും ചെയ്യാൻ എന്നെ എടുക്കും. കടം മേടിച്ചും വായ്പ മേടിച്ചും ഒക്കെ ഇതിങ്ങനെ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. അത് കൊടുക്കാൻ പോലും മാർഗമില്ല. മനുഷ്യൻ എന്നാ സ്ഥിതിയിലെത്തുമെന്നുള്ള സ്ഥിതി വ്യാകുലപ്പെട്ടാണ് നമ്മൾ നിൽക്കുന്നത്. ചൂട് വന്നതിന്റെ ശേഷമാണെന്ന് എനിക്ക് തോന്നുന്നു. ചൂടിന്റെ ഇതുകൊണ്ടാണെന്നാണ് നമുക്ക് തോന്നുന്നത്. അല്ല, ഒരു കുഴപ്പമില്ല, കിടന്ന ആറാം കുഞ്ഞായിരുന്നു. പെട്ടെന്ന് ഇങ്ങനെ സംഭവിക്കാൻ കാര്യം എന്നാന്നാണ് നമുക്കും ആലോചിച്ചിരിക്കുന്നത്. എത്ര താറാവുണ്ടായിരുന്നു? 7500 താറാം കുഞ്ഞായിരുന്നു. എത്ര ഉണ്ടെന്ന് അറിയത്തില്ല. എന്നാ പ്രായമുള്ള? ഇത് 66 ദിവസം പ്രായമായി. 66 ദിവസം പ്രായമായ താറാം കുഞ്ഞാണ്. നമുക്കൊരു 10-30 കഴിഞ്ഞിരുന്നെങ്കിൽ സംഗതിയൊക്കെ ആലോചിച്ചു. എന്നാ പറ്റി, എന്നാ സംഭവിച്ചെന്നൊന്നും നമുക്കൊരു പിടിയില്ല. ഒരു കുഴപ്പമില്ല. ഇതിന്റെ പെട്ടയ്ക്ക് വേറെ താറാവൊന്നും ഇല്ലായിരുന്നു, വേറെ കല്യൊന്നും ഇല്ലായിരുന്നു. എന്നാ സംഭവിച്ചെന്നൊന്നും നമുക്കൊരു വിവരവുമില്ല ഇതിനെപ്പറ്റി. ചെറുതന പഞ്ചായത്തിൽ ഇവരെ കൂടാതെ 5 താറാവ് കർഷകർ കൂടിയുണ്ട്. പക്ഷിപ്പനി സ്ഥിരീകരിച്ചതിന് 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള വളർത്തു പക്ഷികളെയാണ് നശിപ്പിക്കുക. കോഴികൾ, താറാവുകൾ, അരുമ പക്ഷികൾ എന്നിവയെല്ലാം ഇതിൽ വരും. കൊന്ന ശേഷം വിറക്, ഡീസൽ, പഞ്ചസാര എന്നിവ ഉപയോഗിച്ച് കത്തിച്ചു കളയും. മൃഗസംരക്ഷണ ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിലുള്ള ദ്രുതകർമ്മസേനയാണ് നടപടികൾ സ്വീകരിക്കുക. പക്ഷികളെ നശിപ്പിച്ചാലും ഒരാഴ്ചത്തേക്ക് വകുപ്പ് നിരീക്ഷണം തുടരും. ഈ പ്രദേശങ്ങളിലെ പക്ഷികളുടെ ഇറച്ചി, മുട്ട, വിസർജ്യം എന്നിവ കൈകാര്യം ചെയ്യുന്നതും നിരോധിക്കും. ടൈം ന്യൂസ്, ആലപ്പുഴ. അരൂർ തുറവൂർ ആകാശപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട അപകടങ്ങൾ പെരുകുന്നു. കഴിഞ്ഞ ദിവസം ബീഹാർ സ്വദേശിയായ നിർമ്മാണ തൊഴിലാളി മരിച്ചിരുന്നു. സുരക്ഷാ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്താൻ നിർമ്മാണ കമ്പനി തീരുമാനിച്ചു. കഴിഞ്ഞ ദിവസം അരൂർ മുതൽ തുറവൂർ വരെയുള്ള സ്ഥലത്ത് കരാർ ഏറ്റെടുത്തിരുന്ന കമ്പനിയുടെ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയിരുന്നു. സുരക്ഷാ സംവിധാനം പാലിക്കാതെ ജോലി ചെയ്യാൻ ശ്രമിക്കുന്ന തൊഴിലാളികൾക്കെതിരെ കർശന നടപടികൾ എടുക്കുമെന്ന ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകി. എന്നാൽ ചൊവ്വാഴ്ച രാവിലെ ഉണ്ടായ അപകടത്തിന് കാരണം ക്രെയിൻ ഓപ്പറേറ്ററുടെ വീഴ്ചയാണെന്നാണ് പോലീസിന്റെ അന്വേഷണത്തിൽ തെളിഞ്ഞത്. കൂടുതൽ അന്വേഷണത്തിനുള്ള നീക്കത്തിലാണ് കുത്തിയതോട് പോലീസ്. സംഭവവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ ക്രെയിൻ ഓപ്പറേറ്റർ UP സ്വദേശി അജിത് കുമാറിനെ ചേർത്തല കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. മരിച്ച ബീഹാർ സ്വദേശി സെയ്ദ് അലാമിൻ്റെ മൃതദേഹം ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം എറണാകുളത്തെ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. ഇന്ന് മൃതദേഹം ബന്ധുക്കളെ ഏറ്റുവാങ്ങി നാട്ടിലേക്ക് കൊണ്ടുപോകും. ടൈം ന്യൂസ്, ആലപ്പുഴ. ഭാര്യയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ മോൺസൺ മാവുങ്കലെത്തി. ചേർത്തല വല്ലയിൽ ക്ഷേത്രത്തിന് സമീപത്തുള്ള വീട്ടിലാണ് ആദ്യം എത്തിച്ചത്. മുട്ടമ്പള്ളിയിൽ സംസ്കാര ചടങ്ങിന് ശേഷമാണ് മോൺസൺ മാവുങ്കലിനെ കൊണ്ടുപോയത്. പുരാവസ്തു തട്ടിപ്പ് കേസിലെ പ്രതി ചേർത്തല സ്വദേശി മോൺസൺ മാവുങ്കലിൻ്റെ ഭാര്യ മോൻസി എന്ന് വിളിക്കുന്ന ത്രേസ്യാമ്മ ബുധനാഴ്ച രാവിലെ ചേർത്തല ട്രഷറിയിൽ പെൻഷൻ വാങ്ങാനെത്തിയപ്പോൾ കുഴഞ്ഞു വീഴുകയായിരുന്നു. ഉടൻ തന്നെ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. വ്യാഴാഴ്ച വൈകിട്ടായിരുന്നു സംസ്കാര ചടങ്ങുകൾ. വൈകിട്ട് 3:30 മണിയോടെ തൃശൂർ ജയിലിൽ നിന്നും മോൺസൺ മാവുങ്കലിനെ കൊണ്ടുവന്നു.
ചേർത്തല മുട്ടം സെൻറ് മേരീസ് ഫൊറോന പള്ളി സെമിത്തേരിയിൽ സംസ്കാര ചടങ്ങുകൾക്കും ശേഷമാണ് മോൺസനെ കൊണ്ടുപോയത്. ടൈം ന്യൂസ് ചേർത്തല. വിൻ മീഡിയ ചേർത്തല. ആലപ്പുഴ ജില്ലയിലെ കടലോര മേഖല വലിയ പ്രതിസന്ധി നേരിടുന്നതായി റിപ്പോർട്ട്. കാലാവസ്ഥാ വ്യതിയാനം മത്സ്യ സമ്പത്ത് കുറയ്ക്കുമെന്ന് മത്സ്യത്തൊഴിലാളികൾ ചൂണ്ടിക്കാട്ടുന്നു. മത്സ്യമില്ലാതെ ജില്ലയിലെ കടൽ തീരം വറുതിയിലേക്ക്. സാധാരണ മേടമാസത്തിൽ കടലിൽ ഇതുപോലെ മത്സ്യക്ഷാമം ഉണ്ടാകാറില്ല. ഇടവം കർക്കിടകം മാസങ്ങളിലാണ് മത്സ്യക്ഷാമവും കടലാക്രമണവും തുടങ്ങുക. എന്നാൽ 2 ആഴ്ചക്കകം ഉണ്ടായ കടൽ കയറ്റവും തുടർന്നുണ്ടായ മത്സ്യക്ഷാമവും ജില്ലയിലെ മത്സ്യബന്ധന മേഖലയെ തളർത്തി. താങ്ങായി നിൽക്കേണ്ട സർക്കാർ ആശ്വാസ നടപടികൾ സ്വീകരിച്ചില്ലെന്നാണ് തീരദേശത്തുള്ളവർ പറയുന്നത്. വലിയഴീക്കൽ, അഴീക്കോടൻ നഗർ, ബസ് സ്റ്റാൻഡ്, തൃക്കുന്നപ്പുഴ, പ്രണവം, കോട്ടമുറി, ഗസ്റ്റ് ഹൗസ്, പാനൂർ, പൂന്തല, പുറക്കാട്, കക്കായം, ആലപ്പുഴ ബീച്ച്, അർത്തുങ്കൽ, തൈക്കൽ, ഒറ്റമശ്ശേരി, അന്ധകാരനഴി, പള്ളിത്തോട് കടൽ തീരങ്ങളിലുണ്ടായ നാശനഷ്ടങ്ങൾ സർക്കാർ തിട്ടപ്പെടുത്തിയിട്ടില്ല. പിന്നീട് പല ദിവസങ്ങളിലും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം കടലാക്രമണ മുന്നറിയിപ്പ് നൽകിയതിനെ തുടർന്ന് മത്സ്യത്തൊഴിലാളികൾക്ക് പണിക്ക് പോകാൻ സാധിച്ചിട്ടില്ല. വലിയ വള്ളങ്ങൾക്കും ഇൻബോർഡ് വള്ളങ്ങൾക്കും 5000 രൂപ യാത്ര ചെലവായും 25,000 രൂപ മുതൽ 30,000 രൂപ വരെ ഇന്ധനത്തിന് മുടക്കി മത്സ്യബന്ധനത്തിന് പോയെങ്കിലും ലഭിച്ച മത്സ്യം 10,000-15,000 രൂപയിൽ കൂടുതൽ ഉണ്ടായിരുന്നില്ല. ഓയിൽ ഉൾപ്പെടെ 1 ലിറ്റർ മണ്ണെണ്ണ 150 രൂപ പ്രകാരമാണ് വാങ്ങിയത്. 5,000 രൂപ മുടക്കി നിർമ്മിക്കുന്ന പൊന്തുവള്ളം ജില്ലയിലെ മത്സ്യത്തൊഴിലാളികളുടെ പട്ടിണി മാറ്റുന്ന ജീവന ഉപാധി കൂടിയാണ്. പക്ഷേ പൊന്തുവള്ളം ഇറക്കിയിട്ട് കറിക്കുള്ള മീൻ പോലും കിട്ടുന്നില്ലെന്നും മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. ടൈം ന്യൂസ്, ആലപ്പുഴ. ആലപ്പുഴയിലെ UDF സ്ഥാനാർത്ഥി KC വേണുഗോപാലിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ സാമഗ്രികൾ നശിപ്പിച്ച സംഭവത്തിൽ പ്രതി പിടിയിലായി. ആലപ്പുഴ സക്രിയ വാർഡിൽ നിഹാറാണ് ആലപ്പുഴ സൗത്ത് പോലീസിൻ്റെ പിടിയിലായത്. ഇയാൾ നേരത്തെ കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു. ആലപ്പുഴയിലെ UDF സ്ഥാനാർത്ഥി KC വേണുഗോപാലിൻ്റെ പ്രചരണ സാമഗ്രികൾ നശിപ്പിച്ച സംഭവത്തിലെ പ്രതി അറസ്റ്റിൽ. ആലപ്പുഴ സക്രിയ വാർഡിൽ നിഹാറാണ് പിടിയിലായത്. ഏപ്രിൽ 16-ാം തീയതി പുലർച്ചെ 2 മണിയോടുകൂടി വട്ടപ്പള്ളി ഭാഗത്ത് സ്ഥാപിച്ചിരുന്ന 5ഓളം തെരഞ്ഞെടുപ്പ് പ്രചരണ ബോർഡുകൾ നശിപ്പിച്ചിരുന്നു. ആലപ്പുഴ സൗത്ത് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി വലയിലായത്. ഇരുവിഭാഗങ്ങൾ തമ്മിൽ വിദ്വേഷം വളർത്തി സമൂഹത്തിൽ കലഹം ഉണ്ടാക്കാൻ ശ്രമിച്ചതിനും തെരഞ്ഞെടുപ്പ് പ്രചരണ ബോർഡ് നശിപ്പിച്ച് നാശനഷ്ടം വരുത്തിയതിനുമാണ് കേസെടുത്തത്. നിരവധി CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് പ്രതിയെ സ്ഥിരീകരിച്ചത്. ഇയാൾ നേരത്തെ കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു. ബോർഡുകളും മറ്റും നശിപ്പിച്ചത് CPM പ്രവർത്തകരാണെന്ന് കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചിരുന്നു. സംഭവത്തിനു പിന്നിൽ കോൺഗ്രസ് നേതാക്കൾ തന്നെയാണെന്ന് CPM നേതാക്കളും ആരോപിച്ചു. ടൈം ന്യൂസ്, ആലപ്പുഴ. ആലപ്പുഴയിലെ NDA സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രൻ തുറവൂർ മേഖലയിലെ ആദ്യകാല BJP നേതാക്കളെ സന്ദർശിച്ചു. ആദ്യകാല BJP നേതാക്കളുടെ പ്രവർത്തനം ശോഭ സുരേന്ദ്രൻ അനുസ്മരിച്ചു. അടിയന്തരാവസ്ഥയുടെ കിരാത നാളുകളിൽ ഇവർ 3 പേരും ജയിലിനകത്തായിരുന്നു. ക്രൂരമായി പോലീസിന്റെ മർദ്ദനമുറകൾ ഏറ്റുവാങ്ങി ഈ പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പരിശ്രമിച്ചതിന്റെ ഓർമ്മകൾ കൊണ്ടാണ് വേദനയിൽ ഞാൻ നിൽക്കുന്നു എന്ന് പറഞ്ഞത്. എന്നാൽ സന്തോഷത്തോടുകൂടി നിൽക്കുന്നു എന്നുള്ളത് ഇത്രയും പ്രഗത്ഭമതികളായിട്ടുള്ള ആളുകൾ, അവരുടെ പ്രവർത്തനം, അവരുടെ കരുത്ത്, അവർ ഈ സമൂഹത്തിന് വേണ്ടി സന്നിവേശിപ്പിച്ച മണിക്കൂറുകൾ, ദിവസങ്ങൾ, വർഷങ്ങൾ, അതുകൊണ്ടാണ് ഞാൻ ഉൾപ്പെടെയുള്ള ഇന്നത്തെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഓരോ നേതൃനിരയിൽ പ്രവർത്തിക്കുന്നവരെയും സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുള്ളത്. H. ജയകുമാർ, H. പ്രേംകുമാർ, H. നന്ദകുമാർ എന്നീ ആദ്യകാല നേതാക്കളെയാണ് സന്ദർശിച്ചത്. അടിയന്തരാവസ്ഥ കാലത്ത് ഇവർ ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്. താമര ചിഹ്നത്തിൽ മത്സരിച്ച് ജില്ലയിൽ ആദ്യമായി പഞ്ചായത്ത് അംഗമായ BJP-കാരനാണ് H. ജയകുമാർ. NDA സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രനോടൊപ്പം NDA നേതാക്കളും ഉണ്ടായിരുന്നു. ടൈം ന്യൂസ്, തുറവൂർ. ഉൾനാടൻ മത്സ്യത്തൊഴിലാളി സംയുക്ത സമിതിയുടെ നേതൃത്വത്തിൽ കുടുംബസംഗമം സംഘടിപ്പിച്ചു. മുഹമ്മയിൽ നടന്ന കുടുംബസംഗമം കൃഷിമന്ത്രി P. പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണാധികാരി ഏകാധിപത്യത്തിൻ്റെ ഏറ്റവും പ്രമുഖനായ ആളായി മാറുന്ന ദുരന്ത കാഴ്ചയ്ക്കാണ് ഇന്ന് നമ്മുടെ രാജ്യം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഏകാധിപതികളെ ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ, നിങ്ങൾ ഏകാധിപത്യത്തെ ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ, ജനാധിപത്യമാണ് പ്രാണവായുവിനെ പോലെ സ്വീകരിക്കുന്നത് എങ്കിൽ നമുക്കൊരിക്കലും BJP-യുടെയും സംഘപരിവാറിൻ്റെയും അവർ വിരിക്കുന്ന വലയിൽ കുരുങ്ങാൻ പാടില്ലാത്തതാണ്. ഈ തെരഞ്ഞെടുപ്പ് അതുകൊണ്ട് തന്നെ ജനാധിപത്യം സംരക്ഷിക്കാനുള്ള തെരഞ്ഞെടുപ്പായി മാറുകയാണ്. ഇന്ത്യൻ ജനാധിപത്യം ഇനി എത്ര നാളെന്ന ചോദ്യം വെറുതെ ഉയർത്തുന്നതല്ല. ആതുരാലയത്തിലെ വെന്റിലേറ്ററിൽ ഊർജ്ജശ്വാസം വലിച്ചു കിടക്കുന്ന അവസ്ഥയിലേക്ക് ഇന്ത്യൻ ജനാധിപത്യം എത്തിച്ചേർന്നിരിക്കുന്നു.
അതുകൊണ്ട് വോട്ടെടുപ്പ് തന്നെ ഇനി ഉണ്ടാകുമോ എന്ന് ഈ കാര്യങ്ങൾ ഗൗരവതരമായി കാണുന്നവർ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുകയല്ല. അതുകൊണ്ട് ഏതൊരു തൊഴിലാളി വിഭാഗത്തെ പോലെയും നമ്മുടെ ഉൾനാടൻ മത്സ്യത്തൊഴിലാളികളും ഈ രാഷ്ട്രീയത്തെ ഗൗരവതരമായി തിരിച്ചറിയുന്നുണ്ട്. ഒരു നേതാവ് വരുമ്പോൾ ആ പ്രസ്ഥാനത്തിൻ്റെ അണികൾ ആവേശഭരിതരായി സ്വീകരിക്കാറുണ്ട്. അതിൽ കുറ്റം പറയാനില്ല. ഇവിടെ ഒരാളിലേക്ക് എല്ലാം ചുരുങ്ങുന്ന കാഴ്ചയാണ്. ആ കാഴ്ചയിൽ മോദിയും പറയുന്നു മോദിയുടെ ഗ്യാരണ്ടി എന്ന്. ഇതൊരു ജനാധിപത്യ വിരുദ്ധ നടപടിയാണ്. ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണാധികാരി ഏകാധിപത്യത്തിൻ്റെ ഏറ്റവും പ്രമുഖനായ ആളായി മാറുന്ന ദുരന്ത കാഴ്ചയ്ക്കാണ് ഇന്ന് നമ്മുടെ രാജ്യം സാക്ഷ്യം വഹിക്കുന്നതെന്നും മന്ത്രി പി പ്രസാദ് പറഞ്ഞു. മേഖലാ പ്രസിഡന്റ് TK ശ്രീനിവാസൻ അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് അംഗം PS ഷാജി, VP ചിദംബരൻ, M ഷാനവാസ്, CN രാധാകൃഷ്ണൻ, അരുൺ പ്രശാന്ത്, KN ബാഹുലയൻ, V ഷാരിമോൾ, TK മോഹൻദാസ് എന്നിവർ സംസാരിച്ചു. PK സുരേന്ദ്രൻ സ്വാഗതവും KS ദാമോദരൻ നന്ദിയും പറഞ്ഞു. ടൈനോസ് മുഹമ്മ. കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് അസോസിയേഷൻ ചേർത്തല നിയോജക മണ്ഡലം കൺവെൻഷൻ നടന്നു. അഡ്വക്കേറ്റ് D സുഗതൻ ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് അസോസിയേഷൻ്റെ ചേർത്തല നിയോജക മണ്ഡലം കൺവെൻഷൻ UDF ചേർത്തല മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലാണ് നടന്നത്. KPCC നിർവാഹക സമിതി അംഗം അഡ്വക്കേറ്റ് D സുഗതൻ ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ പ്രസിഡന്റ് CM ഉണ്ണി അധ്യക്ഷനായി. UDF ജില്ലാ ചെയർമാൻ അഡ്വക്കേറ്റ് CK ഷാജി മോഹൻ, തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ KR രാജേന്ദ്ര പ്രസാദ്, CV ഗോപി, B ഹരിഹരൻ നായർ, TD രാജൻ, T സുബ്രഹ്മണ്യദാസ്, R ശശിധരൻ, അഡ്വക്കേറ്റ് CD ശങ്കർ, PR പ്രകാശൻ, BN അജയൻ തുടങ്ങിയവർ സംസാരിച്ചു. ടൈം ന്യൂസ് ചേർത്തല. തുറവൂർ കളരിക്കൽ മഹാദേവി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് ഭക്തിനിർഭരമായ തുടക്കം. കൊടിയേറ്റ് ചടങ്ങിൽ ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്തു. ഏപ്രിൽ 24-നാണ് സമാപനം. തുറവൂർ കളരിക്കൽ ശ്രീ മഹാദേവി ക്ഷേത്രത്തിൽ പള്ളിവെട്ട മഹോത്സവത്തിന് കൊടിയേറി 24-ന് സമാപിക്കും. വൈകിട്ട് വാദ്യഘോഷ താലപ്പൊലി അകമ്പടിയോടെ കൊടിക്കൂറയും കൊടിക്കയറും ക്ഷേത്രസന്നിധിയിൽ എത്തിയതോടെ കൊടിയേറ്റിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. ബുധനാഴ്ച വൈകിട്ട് 7:30-നും 8-നും മധ്യേ ക്ഷേത്രം തന്ത്രി, ക്ഷേത്രം മേൽശാന്തി എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു കൊടിയേറ്റ് നടന്നത്. കൊടിയേറ്റ് കണ്ടുതൊടാൻ നൂറുകണക്കിന് ഭക്തർ ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേർന്നു. കൊടിയേറ്റിനു ശേഷം വിഭവസമൃദ്ധമായ കൊടിയേറ്റ് സദ്യയും നടന്നു. വരും ദിവസങ്ങളിൽ ക്ഷേത്രകലകളായ ചാക്യാർകൂത്ത്, ഓട്ടംതുള്ളൽ എന്നിവയും കൈകൊട്ടിക്കളി, വയലിൻ സോളോ, നാടകം, തിരുവാതിരക്കളി, ഡാൻസ്, നൃത്തനൃത്യങ്ങൾ എന്നിവയും കേരളത്തിലെ മേളപ്രമാണികൾ കൊട്ടിക്കയറുന്ന മേജർ സെറ്റ് പഞ്ചാരിമേളം, പഞ്ചവാദ്യം, മേജർ സെറ്റ് പാണ്ടിമേളം എന്നിവയും ഉത്സവത്തിന് മാറ്റുകൂട്ടും. ഏപ്രിൽ 20 ശനിയാഴ്ചയാണ് പൂരം മഹോത്സവം. ഏപ്രിൽ 23 ചൊവ്വാഴ്ച പള്ളിവെട്ട മഹോത്സവം നടക്കും. ഏപ്രിൽ 24 ആറട്ടോടെ ഉത്സവത്തിന് സമാപനം കുറിക്കും. ടൈം ന്യൂസ് തുറവൂർ. വിഷുദിനത്തിൽ കാണാതായ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ചേർത്തല വയലാർ ഒളതല സ്വദേശി പ്രശാന്തിനെയാണ് മരിച്ച നിലയിൽ കണ്ടത്. വയലാർ ഒളതല പനത്തറ വീട്ടിൽ 38 വയസ്സുള്ള പ്രശാന്തിനെയാണ് വയലാർ PRCക്ക് സമീപത്തുള്ള ആളൊഴിഞ്ഞ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പ്രശാന്തിൻ്റെ ഭാര്യ വീടിനോട് ചേർന്നുള്ള വീടാണിത്. വിഷു ദിവസം മുതൽ പ്രശാന്തിനെ കാണാതായതാണ്. ബുധനാഴ്ച സന്ധ്യയോടെയാണ് മൃതദേഹം കണ്ടത്. ചേർത്തല നെടുമ്പ്രക്കാട് വർക്ക്ഷോപ്പ് നടത്തിയിരുന്നു. ചേർത്തല പോലീസ് എത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. ടൈം ന്യൂസ് ചേർത്തല. പ്രധാന വാർത്തകൾ വീണ്ടും. തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി ആലപ്പുഴയിലെത്തി. UDF സ്ഥാനാർത്ഥി KC വേണുഗോപാലിൻ്റെ പ്രചരണാർത്ഥമാണ് രേവന്ത് റെഡ്ഡി എത്തിയത്. ഇരുവരും ചേർന്ന് കായംകുളം മുതൽ ഓച്ചിറ വരെ റോഡ് ഷോയും സംഘടിപ്പിച്ചു. അഴിമതിരഹിത രാജ്യം സൃഷ്ടിക്കുക എന്നതാണ് മോദി സർക്കാരിൻ്റെ ലക്ഷ്യങ്ങളിൽ പ്രധാനമെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. കേരളത്തിൽ ഇടത് വലത് മുന്നണികൾ പ്രതിസന്ധി നേരിടുകയാണ്. NDA വലിയ മുന്നേറ്റമുണ്ടാക്കുമെന്നും രാജ്നാഥ് സിംഗ്. പൗരത്വ നിയമ ഭേദഗതിയിൽ കോൺഗ്രസ് മൗനം പാലിക്കുന്നുവെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട്. പൗരത്വ നിയമ ഭേദഗതി നിയമത്തെക്കുറിച്ച് കോൺഗ്രസ് പ്രകടന പത്രികയിൽ ഒരു വാക്കുപോലും മിണ്ടുന്നില്ലെന്നും പ്രകാശ് കാരാട്ട്.
രാജ്യത്തിനു വേണ്ടി ഒത്തിരി ത്യാഗം ചെയ്തവരാണ് രാഹുൽ ഗാന്ധിയും കുടുംബവുമെന്ന തെലങ്കാന മന്ത്രി സീതക്ക. ആലപ്പുഴയിൽ മത്സരിക്കുന്ന KC വേണുഗോപാൽ യുവജനങ്ങൾക്ക് മാതൃകയെന്നും സീതക്ക. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.